ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ മാൻഹോൾ സിസ്റ്റം എങ്ങനെ ചെയ്യാമെന്ന് എങ്ങനെയൊക്കെ എന്നാണ് പൈപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് പല സൈഡുകളിൽ നിന്നായിട്ട് അതായത് ഒരു വീടിൻ്റെ ചിലപ്പോൾ ഫ്രണ്ടേജ് ചിലപ്പോൾ ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ മുകളിൽ വരുന്ന ഏരിയയിൽ നിന്നും സൈഡുകളിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ ബാത്റൂമുകൾ വരാറുണ്ട്. അപ്പം ചിലപ്പോൾ 3 സൈഡുകളിൽ നിന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റ സൈഡുകളിൽ നിന്നാണ് സാധാരണ വരുന്നത്, അല്ലെങ്കിൽ പിന്നെ 2 സൈഡിൽ നിന്ന് വരുന്നത്. ഇതെല്ലാം വരുന്നത് സെപ്പറേറ്റ് പൈപ്പുകളാണ് നമ്മൾ സാധാരണ കൊണ്ടുവരാറ്. കാരണം അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് ബ്ലോക്കായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ബ്ലോക്കായാൽ മൊത്തം ബ്ലോക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ സൈഡുകളിൽ നിന്ന് വരുന്ന പൈപ്പുകളെല്ലാം തന്നെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കറക്റ്റായിട്ട് ഒരു കേന്ദ്രം പോലെ, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ജംഗ്ഷൻ പോലെ നമ്മളോട് കൊടുക്കും. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നാണ് മെയിനായിട്ട് വരുന്ന പൈപ്പ് നമ്മുടെ സെപ്റ്റിക്കിൻ്റെ ഏരിയയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഏരിയ നമ്മൾ എല്ലാ പൈപ്പുകളും കൂടി ഒന്നിച്ച് വരുന്ന ഏരിയയിലാണ് നമ്മൾ സാധാരണ മാൻഹോൾ കൊടുക്കുന്നത്. പിന്നെ അത് കൂടാതെ അത്യാവശ്യം ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ ഒരു 10 മീറ്റർ or 15 മീറ്റർ കൂടുതൽ 4-5 പൈപ്പ് നമ്മൾ കൊണ്ടുവരാണെങ്കിൽ അവിടെ ഒരു മാൻഹോൾ സിസ്റ്റം അതല്ലെങ്കിൽ ഡോർ കപ്ലർ കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്തെങ്കിലും ബ്ലോക്ക് വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് ഏത് സെക്ഷനിൽ നിന്നാണ് ആദ്യമേ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാൻഹോൾ സിസ്റ്റം കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന പൈപ്പുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഏറ്റവും അപ്സ്റ്റെയറിൽ നിന്ന് അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഒരു പൈപ്പ് വരാനുണ്ട്, അതിനുള്ള ഗ്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുക. ഏറ്റവും ടോപ്പിൽ നിന്നുള്ള പൈപ്പാണ്. ആ ടോപ്പിൽ നിന്നുള്ള പൈപ്പ് നമ്മൾ കൊണ്ടുവന്ന് ഇതിൻ്റെ സെൻറ്ററാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഫ്ലോറിലെ വരുന്ന ബാത്റൂമിൽ നിന്ന് വരുന്നതും ഒരു സൈഡിൽ നിന്ന് വരുന്നതും തൊട്ടിപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന എല്ലാം കൂടി ഒന്നിച്ച് 3 സൈഡിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 സൈഡിൽ നിന്ന് കൊടുത്തിട്ട് ഒറ്റ മാൻഹോൾ സിസ്റ്റം കൊടുത്താൽ ഏത് സെക്ഷനിലാണോ കംപ്ലൈൻറ്റ് ഉള്ളതെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം ബ്ലോക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ മാൻഹോൾ സിസ്റ്റം ജസ്റ്റ് കെട്ടി ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബ് എടുത്തിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്ലാബ് ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് സ്ലാബ് ഒന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പൈപ്പിൽ നിന്നാണെന്ന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സെക്ഷനിലാണ് ഏത് സൈഡിൽ നിന്നുള്ള ബാത്റൂമിൽ നിന്നാണെന്നും പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ജംഗ്ഷനിൽ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ 3 പൈപ്പുകൾ ഒന്നിച്ച് നമ്മൾ സെപ്റ്റിക്കിലേക്ക് ഇറക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാം കൂടി ഒന്നിച്ച് കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒന്ന് നമ്മൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാൻഹോൾ സിസ്റ്റം കൂടി കൊടുക്കുന്നത്. അപ്പോൾ കുഴിയിൽ വരുന്ന ബ്ലോക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ കൂടി ഈ മാൻഹോൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഏത് സെക്ഷനിൽ നിന്ന് തുടങ്ങിയെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ മാൻഹോൾ സിസ്റ്റം ചെയ്യുന്നത് എങ്ങനെയാണെന്നും മാൻഹോൾ എങ്ങനെയാണ് കെട്ടണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയണം താല്പര്യം, തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you.